തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സമർപ്പിച്ച നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന പുരോഗമിക്കുന്നു. 14 ജില്ലകളിലായി 1,08,580 സ്ഥാനാർത്ഥികളാണ് നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ചത്. പത്രികകൾ പിൻവലിക്കാനുള്ള അവസാന തീയതി ഈ മാസം 24-നാണ്. പത്രികകൾ പിൻവലിച്ചു കഴിയുമ്പോഴായിരിക്കും തെരഞ്ഞെടുപ്പിന്റെ യഥാർത്ഥ ചിത്രം വ്യക്തമാകുന്നത്. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയം അവസാനിച്ചപ്പോൾ 1,08,580 സ്ഥാനാർത്ഥികളാണ് പത്രിക സമർപ്പിച്ചത്. ഈ പത്രികകളുടെ സൂക്ഷ്മ പരിശോധനയാണ് സംസ്ഥാന വ്യാപകമായി പുരോഗമിക്കുന്നത്. രേഖകൾ കൃത്യമായ പത്രികകൾ വരണാധികാരി സ്വീകരിക്കുമ്പോൾ മറ്റുള്ള പത്രികകൾ വരണാധികാരികൾ തള്ളും. ഈ മാസം 24-നാണ് പത്രികകൾ പിൻവലിക്കാനുള്ള അവസാന തീയതി. പത്രികകൾ പിൻവലിച്ചു കഴിയുമ്പോഴായിരിക്കും തെരഞ്ഞെടുപ്പിന്റെ പൂർണ്ണ ചിത്രം വ്യക്തമാകുക. അതേസമയം തെരഞ്ഞെടുപ്പ് പ്രചരണം പ്രതികൂലമായ കാലാവസ്ഥയ്ക്കിടയിലും ആവേശത്തോടെ പുരോഗമിക്കുകയാണ്. UDFും BJPയും പരമാവധി റിബൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ പത്രിക പിൻവലിക്കുന്നതിനു വേണ്ടി സമ്മർദ്ദം ചെലുത്തുന്നതും ഒരു ഭാഗത്ത് ആരംഭിച്ചിട്ടുണ്ട്. LDF പ്രവർത്തകർ തികഞ്ഞ ആത്മവിശ്വാസത്തിൽ സംസ്ഥാന വ്യാപകമായി പ്രചരണ രംഗത്ത് മുന്നേറുകയാണ്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.